ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ? അതോ 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 ഹായ്. അപ്പൊ 2026 തുടങ്ങുകയാണ്. തുടങ്ങുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾ മുമ്പ്, ഏതാനൊന്നുമില്ലല്ലോ, 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആദം ഭയങ്കര ഹാപ്പിയാണ്. ആള് ഉറങ്ങായിരുന്നു. അതിന്റെ വീഡിയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. വണ്ടി കയറിയപ്പോ തുടങ്ങിയതാണ് ഫുൾ അലമ്പ്. ഇപ്പൊ അത് ചിരിയും കണ്ടേ തുടക്കത്തില്. അതിപ്പോ ഈ സാധനം കണ്ടാണ് മിണ്ടാണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു മിന്നിത്തിളക്കം മിന്നാമിന്നുകളെ കണ്ട് അടങ്ങിയിരിക്കുകയാണ്. സോ പറയാനുള്ളത്, ഈ ഓരോ പുതുവർഷം തുടങ്ങുമ്പോഴും എല്ലാ ആളുകളും പലതരത്തിലുള്ള പ്രതിജ്ഞകൾ ചെയ്യാറുണ്ട്. ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജാനുവരി ടൈമിൽ ഭയങ്കര നിറച്ച ആളുകളായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ മാസം കഴിയുന്തോറും ആളുകളെ എണ്ണം കുറഞ്ഞ് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ആരും ഉണ്ടാവാറില്ല. അത് പൊതുവേ ഉള്ള അവസ്ഥയാണ്. അതുപോലെ പല ആളുകളും എന്താ പറയുക, പല ആൽക്കഹോൾ നിർത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രതിജ്ഞകൾ എടുക്കാറുണ്ട്. പറയാനുള്ളത്, എല്ലാവരുടെയും പ്രതിജ്ഞകൾ, ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകാൻ പറ്റട്ടെ, അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് മാറട്ടെ, എല്ലാവരുടെ വിഷുകളും നിറവേറട്ടെ. എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതെല്ലാം 2020 യാഥാർത്ഥ്യമാകട്ടെ. സോറി 2020 വസന്താണ് പറയുന്നത്. 2026 അത് നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാ വർഷവും പെട്ടെന്ന് പോകാറുണ്ട്. അപ്പൊ ഞാൻ 2020 ഇപ്പൊ നിക്കണം, മനസ്സിലായോ? ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ 2026 ന്യൂ ഇയർ ആണ്, ജസ്റ്റ് ഒന്ന് ഇറങ്ങുക, ഒന്ന് എന്താണ് അങ്ങാടിന്റെ അവസ്ഥയൊക്കെ നോക്കുക. സത്യം പറഞ്ഞാൽ ഇത്രയും സൈലന്റ് ആയിട്ട് അങ്ങാടി ഒന്നും കണ്ടിട്ടില്ല. ആ വീഡിയോയിൽ നമ്മൾ വെക്കുമ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും. പോലീസ് മാമന്മാർ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. സോ ഞങ്ങള് ഒന്ന് മേലെ വരെ പോവുക. മേലെ വരെ പോയിട്ട് അത് വഴിക്കടത് നമ്മളെ പെങ്ങളുണ്ട്. പെങ്ങളവിടെ വരെ പോലീസുകാർ കൈയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും, പെങ്ങളെ വിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കയറി 1 കിലോമീറ്റർ പോലും ഇല്ല. അത് ചൊരായി കയറ്റി വിടൂല. പല കൊല്ലങ്ങളിലായി പോയിട്ടുണ്ടല്ലേ? കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മേലെ ഞങ്ങൾ പോയി. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് തിരിച്ചു വരുമ്പോ ചെക്ക് ചെയ്യാൻ മാത്രമല്ല, പ്രാവശ്യം കയറ്റി വിടില്ലെന്ന് പറയുന്നുണ്ട്. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ പെങ്ങളെ വീടോടെ മറന്നു സാറേ, അറിയാതെ കയറിയാണ് അറിയേണ്ടി വരും. അപ്പൊ മേലെ പോയി നോക്കാം, എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് അവിടെ പോവാ. കടത്തില്ല, അത് അത്രേ ഉള്ളൂ. നമുക്കെന്ത് ഹാപ്പി ന്യൂ ഇയർ അല്ലേ? നമുക്കെന്ത് ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതെ, കയറ്റി വിട്ടാൽ മേലെ കയറും, ഇല്ലെങ്കിൽ പോലീസുമാരോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു പോരും. ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല പണിയാണ്. നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു പള്ളിയാണ്. അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. നമ്മളവിടെ കയറണമെന്നില്ല. പുതുവത്സരത്തിനെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ശ്രദ്ധ മൊത്തം പുറത്താണ് കേട്ടോ. ഇത്ര കളർഫുൾ ആയിട്ടുള്ള സംഭവം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഭാരത് ബെൻസിന്റെ ഷോറൂം ആട്ടത്. പറിച്ചിടോ? അത് അട്ടിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ? എന്താത് എന്താത് എന്തൊരു സൗണ്ട് കേട്ടോ ബേക്കുന്നത്? അത് 2 വട്ടം. എന്ത് നമ്പിയത്? പോയി നോക്കാം. വണ്ടിക്കൊരു മൈലേജ് ആയി ഉണ്ടാവും. ഞങ്ങള് ചുരം കയറി തുടങ്ങി. ഒരുപാടൊന്നും പോകുന്നില്ല, ജസ്റ്റ് മേലെ വരെ മാത്രമേ പോകണുള്ളൂ. അപ്പോൾ പോലീസ് മാമനോട് ചോദിച്ചിരുന്നു. പുള്ളിക്കാരൻ പോകാൻ സമ്മതിച്ചിട്ടാണ് പോണത്. തിരിച്ചു വരുമ്പോൾ എന്തായാലും കൈ ആട്ടോ, വേറെ കാര്യം. മുകളിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ വണ്ടിയോട് കൈ കാണിക്കുന്നുണ്ട്. തണ്ടർബോൾട്ട് അടക്കണ്ട്. ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ തിരിച്ചു പോയാൽ മതിയായിരുന്നു. മിക്കവാറും പിടിച്ചവിടെ ഇട്ടു.
ന്യൂ ഇയർ അടിപൊളിയാകും. പക്ഷെ കുഴപ്പമില്ല, അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ വലിയ വിഷയമൊന്നുമില്ല. ഫാമിലി ആയിട്ട് ആയതുകൊണ്ട് പ്രശ്നം വരില്ല എന്ന് വിചാരിക്കണം. വാട്ടെവർ, എന്തായാലും പോയി നോക്കാം. ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നോക്കി പോകണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റ് നമുക്ക് ബ്രൈറ്റ് ഇടാം. പിന്നെ ചെവി അടഞ്ഞു തുടങ്ങി, ചെവി അടഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയി വന്നിട്ട് എന്റെ ചെവി എത്രയും അടഞ്ഞു അറിയും. ഒരൊറ്റ മനുഷ്യല്ല, നമ്മള് പറയുമ്പോ ഒറ്റ വണ്ടില്ല, പേടിയാവുണ്ട് പറഞ്ഞു. വല്ല ആന ഉണ്ടെങ്കിൽ കിളി മാറും. അവിയേ ഞാൻ പറയുമ്പോ മേലെ ജസ്റ്റ് പോകുന്നു, കാണുന്നു, തിരിച്ചു വരുന്നു. അവിടെ ഇറങ്ങുന്നു, വണ്ടയ്ക്ക് പേടിയുണ്ട്. അല്ല, വണ്ടി വരണ്ട, ആന ഉണ്ടെങ്കിൽ അവര് വരില്ല, പറയണ്ടാണ്. മനുഷ്യന്മാരെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. ആ സന്തോഷമായി, വിചാരിച്ചു നടന്നു. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് വണ്ടി അടുത്ത് പോന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിർത്തല്ലേ? ഇങ്ങോട്ട് കൂടാ, ഫ്ലാഷ് ലൈറ്റ് വന്നിട്ടാ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചമ്മറം പടഞ്ഞിരിക്കുകയാണ് അവിടെ. ജായോ ഇങ്ങോട്ട് കൂടാ. ഒയ് 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 ഒയ്. സമയം 12 മണി. ഒരു പൊട്ടലും കാണാനില്ല സുഹൃത്തുക്കളെ. ഹലോ, ഇങ്ങോട്ട് നോക്ക്. വല്ല പൊട്ടലും എവിടെയും കാണുന്നുണ്ടോ? എവിടെയോ 2 പൊട്ടിയൊക്കെ പറയുന്നുണ്ട്, എവിടെ ഞാൻ കാണുന്നില്ല. ഓക്കെ, എവിടേക്കോ ചെറിയ പൊട്ടൽ കിട്ടിയിടേ, ചെറിയ രീതിയിലുള്ള പൊട്ടൽ കിട്ടി. ഞാൻ ഏതൊരു സ്ഥലത്തോടെ. അങ്ങനെ ചെറിയൊരു യാത്രയിൽ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങുക. ഞങ്ങളുടെ ജീവിതത്തിലെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടിന് ആവശ്യം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ബൈ.